എന്നുള്ള പേര് നമ്മൾ കൊടുക്കുകയാണ്. നിങ്ങൾ എല്ലാവരും അനുവാദത്തോടുകൂടി ഈ സ്നേഹസന്ധ്യയുടെ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത് ക്ഷേത്രക്ഷേമ സമിതിയാണ്. അപ്പൊ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ പ്രോഗ്രാം ഇവിടെ നടക്കുന്നത്. അപ്പോൾ സമിതിയിലെ അംഗങ്ങളെ ഞാൻ ആദരപൂർവ്വം സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. ഈ മിസ്റ്റർ വേണുഗോപാൽ പ്ലീസ്, രവി ശർമ്മ പ്ലീസ്, തിരുവേണി. ഇതില് ഈ ആദരവ് ഏറ്റുവാങ്ങുന്നത് എല്ലാവർക്കും സുപരിചിതനും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമത്തിലെ വ്യക്തിയായിട്ടുള്ള ചെറുശ്ശേരി കുട്ടന്മാരാണ്. അദ്ദേഹത്തിന് സാധാരണയാണ്. അപ്പൊ അവരെയും കൂടി ഞങ്ങള് ക്ഷണിക്കാം. വരും തീർച്ചയായിട്ടും. ആ ഒരു ബലാണ് കുട്ടന്മാരായ ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്ലീസ്. ഇതൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. നമ്മൾ വളരെ സ്നേഹം നമ്മുടെ എന്താ പറയാ അതാണ് നമ്മളിവിടെ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാ എന്താ പറയാ ഈ ഇതിന് ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ മൈക്ക് സെക്രട്ടറി ഏൽപ്പിക്കുകയാണ്. നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. ആവണി നിതാന്ത കാന്തദന്ത കാന്തി മന്ദ കാന്ത മാത്മജ നിതാന്ത കാന്തദന്ത കാന്തി മന്ദ കാന്ത മാത്മജ അചിന്യ രൂപമന്ദഹീന മന്ദരായ കൃന്ദ അചിന്യ രൂപമന്ദഹീന മന്ദരായ കൃന്ദന ഹൃദന്തരേ നിരന്തര വസന്തമേവ യോഗിന ഹൃദന്തര വസന്തമേവ യോഗിന തമേകദന്തമേകമേവ ചിന്തയാമി സന്തതം തമേകദന്തമേകമേവ ചിന്തയാമി സന്തതം ചിന്തയാമി സന്തതം വിചിന്തയാമി സന്തതം സന്തതം വിചിന്തയാമി സന്തതം. അദ്ദേഹം ലോക പ്രശസ്തമായ തൃശ്ശൂർ പൂരത്തിന്റെ അല്ലെങ്കിൽ ചരിത്ര പ്രസിദ്ധമായ തൃശ്ശൂർ പൂരത്തിന്റെ തിരുവമ്പാടി വിഭാഗത്തിന്റെ പ്രമാണിയായിട്ട് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആദരവ് അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി നമ്മളിന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് ഔപചാരികമായിട്ട് സ്വാഗതം പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ഷേമ സമിതിയുടെ സെക്രട്ടറിയായ രവി ശർമ്മനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. എനിക്കിവിടെ തന്നിട്ടുള്ള കർത്തവ്യം എന്ന് പറയുന്നത് സ്വാഗതം ആശംസിക്കലാണ്. ആദ്യമായി ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ വൈസ് പ്രസിഡന്റ് വേണുവേട്ടനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ തന്ത്രി ദാമുവേട്ടനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട കുട്ടേട്ടനെയും സഹധർമ്മിനെയും കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കയ്യടിയോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ ഈ യോഗത്തിന് നമ്മുടെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസർ വരാമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് എന്തോ തിരക്കുകൾ ഉണ്ടായതുകൊണ്ട് വരാൻ പറ്റിയില്ല. കൂടാതെ നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള എല്ലാ നാട്ടുകാരെയും ഭക്തജനങ്ങളെയും എല്ലാവരെയും വടക്കിനെപ്പനെയും തെക്കിനെപ്പനെയും മുന്നിൽ നിന്ന് പ്രാർത്ഥനയോടുകൂടി എല്ലാവരെയും ഈ ലോകത്തിലെ ചരാചരങ്ങളെ മുഴുവൻ കൂട്ടേറ്റിന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന തെക്കേടത്ത് ദാമോദരൻ തിരുമേനി നമ്മുടെ ക്ഷേത്രതന്ത്രിയാണ്. പിന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റ് അല്ലെങ്കിൽ ഇന്നത്തെ പുരസ്കാരം ഏറ്റുവാങ്ങാൻ എത്തിയിട്ടുള്ള കുട്ടന്മാരാർ, അദ്ദേഹത്തിന്റെ പ്രിയ പത്നി രേഖാജി, പിന്നെ സ്വാഗത പ്രസംഗത്തിന് വന്നിട്ടുള്ള നമ്മുടെ സെക്രട്ടറി, എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമുക്ക് എല്ലാവർക്കറിയാം ഈ ചടങ്ങ്, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ 2010 അല്ലെങ്കിൽ ഈ ലോക പ്രശസ്തമായ തൃശ്ശൂർ പൂരത്തിന്റെ ഈ മേളപ്രമാണത്തിൽ കിട്ടുക എന്നുള്ളത് വളരെ അത്യപൂർവമായിട്ടുള്ള സംഭവമാണ്. അതിന് കുട്ടന്മാരാരെ ക്ഷണിച്ചത്. കുട്ടന്മാരാരെ എന്ന് പറയുന്നത് ഈ ചെറുശ്ശേരി ഗ്രാമത്തിന്റെ പ്രിയപ്പെട്ടതാണ്. ഈ അമ്പലപ്പറമ്പിൽ ഇവിടെ വെച്ചിട്ട് ഇവിടെ കൊട്ടിത്തറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ചടങ്ങിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്നതിന് വലിയൊരു എന്താ പറയുക സന്തോഷമുള്ളൊരു കാര്യമാണ്. ആ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. എൻ്റെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ 1ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ കുട്ടന്മാരാരുടെ ഒരേ ബെഞ്ചിൽ നിന്ന് പഠിച്ച വ്യക്തിയാണ്. അപ്പോൾ അത് എനിക്കൊരു വളരെ അഭിമാനപൂർവ്വമായിട്ടുള്ള സംഗതിയാണ് കുട്ടന്മാരുടെ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുക എന്നുള്ളത് തന്നെ. അപ്പൊ ഇങ്ങനൊരു സംഭവം നമുക്ക് കിട്ടുന്നില്ലേ. കുട്ടന്മാരുടെ ഈ പ്രശസ്തി
അതായത് ഈ നമ്മുടെ ഗ്രാമത്തിലെ ഓരോ വ്യക്തികളും നമ്മൾ തൃശ്ശൂർ പൂരം വരുമ്പോൾ നമ്മുടെ ഗ്രാമത്തിലെ ഈ പൂരത്തിന്റെ പ്രമാണിത്വം നമ്മുടെ ഗ്രാമത്തിലെ ഓരോ വ്യക്തികളിലും ഉണ്ടാവും. അപ്പൊ ഈ സംഭവം വളരെ സന്തോഷകരമായിട്ടുള്ള ഈ സംതൃപ്തിയോട് കൂടിയിട്ടുള്ള ഈ പരിപാടികളിൽ എനിക്ക് അധ്യക്ഷത വഹിക്കാൻ വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഈ പരിപാടിക്ക് ഈ അടുത്തത് നമ്മൾ പുരസ്കാര വിതരണമാണ്. അതിനായിട്ട് ക്ഷേത്ര തന്ത്രി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവരും കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. ആശംസിക്കുന്നു. ഇനി കുട്ടന്മാരാർക്ക് ആദരവ് അർപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുന്നിലേക്ക് വരാം. ആദരവ് അർപ്പിക്കാം. അതിനുള്ള സമയമാണ്. ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോ ഇവരൊക്കെ ഇങ്ങനെ കൂട്ടമായി ഇവിടെ അമ്പലത്തിന്റെ അവിടെ വന്ന് എല്ലാരും ഇവിടെ കൂട്ടം ഉണ്ടാവും. മധു, പ്രകാശ്, കുട്ടൻ, പിന്നെ നമ്മുടെ സുരേഷ് കുട്ടി, പിന്നെ മണിക്കുട്ടൻ, ഇവരൊക്കെ ഫ്രണ്ട്സാ, സെയിം ഏജ് ഗ്രൂപ്പ്. അപ്പൊ ഞാൻ ചെറുപ്പത്തിലേ കണ്ടിട്ടുണ്ട്. ആൻഡ് കുട്ടന്മാരാരുടെ പ്രാക്ടീസ് സെഷനും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ആ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോ ആളവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോ നമ്മൾക്ക് ആ നല്ല ഒരു സൗണ്ട്സ് ഓഫ് ദ ഡ്രംസ് നമ്മളും കേൾക്കാറുണ്ട്. അപ്പോ നന്നായി മേൽക്ക് വരട്ടെ. നരസിംഹമൂർത്തിയും വാമനമൂർത്തിന്റെ എപ്പോഴും അനുഗ്രഹം ഉണ്ടാവട്ടെ. ആൻഡ് നമ്മൾ എല്ലാവരുടെയും ഗൗരവമാണ്. ആൻഡ് നമ്മൾ നന്നായി വി വിൽ വാച്ച് തൃശ്ശൂർ പൂരം. ആൻഡ് നമ്മൾക്ക് our hearts will swell with pride. Wish you all the best. Congratulations. അടുത്തത് ജയപ്രകാശ്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഞങ്ങളുടെയൊക്കെ പ്രിയ സുഹൃത്ത് വേണു കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ വലിയ കേരളത്തിൽ അറിയപ്പെടാവുന്ന അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ അറിയപ്പെടാവുന്ന പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഉള്ള ഒരു ഗ്രാമമായിരുന്നില്ല. പക്ഷെ ഇന്ന് ചെറിശ്ശേരി ഗ്രാമം കേരളം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ചെറിശ്ശേരി കുട്ടന്മാരാരുടെ നാട് എന്ന പേരിൽ അറിയപ്പെടുകയാണ്. അത് തീർച്ചയായും നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം കുട്ടനെ കുറിച്ച് നേരത്തെ ഇവിടെ എൻ്റെ ചേട്ടത്തിയമ്മയൊക്കെ പറഞ്ഞു. ഞങ്ങളൊക്കെ ഒരുമിച്ച് കളിച്ച് വളർന്ന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് കാലം ഒരുപാട് ഓർമ്മകളുണ്ട്. അതൊന്നും പറയുന്നില്ല. പക്ഷേ ഈ മേഖലയിൽ ഞങ്ങളൊക്കെ ഓരോ വർഷവും ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. കാരണം ഒരു അംഗീകാരം അല്ലെങ്കിൽ നമ്മുടെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ മേളപ്രമാണിയായിട്ട് ഏത് വർഷമാണ് കുട്ടൻ വരിക എന്നുള്ളത് കുറേ വർഷങ്ങളായി ഞങ്ങളൊക്കെ കാത്തിരുന്ന ഒരു കാര്യമാണ്. അതെന്തായാലും കുട്ടന് അർഹതയ്ക്കുള്ള അംഗീകാരം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വൈകി എന്ന് പറയേണ്ടി വരും. എന്നാലും വൈകിയാണെങ്കിലും അംഗീകാരം കുട്ടനെ തേടിയെത്തി. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം. ഈ നാടിന് തന്നെ എല്ലാവർക്കും വളരെ അഭിമാനമുണ്ട്. ഇനിയും വലിയ ഉയരങ്ങളിലെത്താനുള്ള കഴിവുള്ള ആളാണ് ശ്രീ കുട്ടന്മാരാർ. അദ്ദേഹത്തിന് അർഹിക്കുന്ന എല്ലാ അംഗീകാരങ്ങളും ഇനി ലഭിക്കട്ടെ എന്ന് വടക്കിനേപ്പിനോടും തെക്കിനേപ്പിനോടും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൊടുത്തു. ഭാരതത്തിലെ ഏറ്റവും വലിയ പുരസ്കാരമാണ് ഭാരതരത്നം. ഒരു ഭാരതരത്നം കിട്ടുമ്പോൾ ഒരു വ്യക്തിക്ക് എത്ര കണ്ട് സന്തോഷം ഉണ്ടാകുമോ അതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നത് അതിൽ കൂടുതൽ സന്തോഷം കുട്ടൻ ജനിച്ചു വളർന്ന ഈ ഗ്രാമത്തിൽ നമ്മളെല്ലാം കൊടുക്കുന്ന ഈ ആദരവുണ്ടായിരുന്നു. ഇത് എന്നും ആ ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു സുദിനമായിരിക്കും. അടുത്തത് നമ്മളോട് രണ്ടു വാക്കുകൾ സംസാരിക്കാനായിട്ട് വല്ലച്ചിറ ദേവസ്വം ഓഫീസർ ശ്രീ സുധീർ സാർ വന്നിട്ടുണ്ട്. സുധീർ സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ കുട്ടേട്ടൻ എന്ന് വിളിക്കുന്ന ചെറുശ്ശേരി കുട്ടന്മാരാർ നമ്മുടെ കുറെ കാലങ്ങളായിട്ട് ഊരകത്തിൻ്റെ പ്രമാണിയാണ്. ഇപ്പോൾ
തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രമാണിയായിട്ട് ചുമതലയേൽക്കുകയാണ് തിരുവമ്പാടിയിൽ. അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഏവരുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നാരായണസ്വാമി. കുറച്ചേതോടെ പാട്ടുപാടിയിലെ ഗീത എൻ്റെ ഹസ്ബൻഡാണ്. ഇതൊരു നിമിത്തമാണ് കുട്ടന്മാരെ ഈ വേദിയിൽ എനിക്ക് ആശംസിക്കാനുള്ള സന്ദർഭം കിട്ടിയത്. ഞാൻ ഊരം അമൃതടി ക്ഷേത്രത്തിലെ പ്രധാന പ്രസിഡൻ്റായിട്ടിരുന്നു. അന്നത്തെ കാലത്ത് ഈ ചെറുശ്ശേരി കുട്ടന്മാരെ ഞങ്ങളുടെ പ്രമാണത്തിനെ ഏൽപ്പിച്ചു ജാനകിയാണ്. എത്രയോ വർഷമായിട്ടുള്ള പരിചയമാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ തിരുവമ്പാടിയുടെ പ്രമാണിത്വം കിട്ടാന്നൊക്കെ പറയുമ്പോൾ എന്നോ കിട്ടേണ്ടതാണ്. കുറച്ച് വൈകിയാണെങ്കിലും ഈ ഒരു അവസരത്തിൽ കിട്ടിയതിൽ എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഈ മൈക്ക് പിടിച്ച് നിങ്ങളുടെ മുമ്പിൽ എന്താ പറയേണ്ടതെന്ന് ശരിക്കും അറിയില്ല. എന്തായാലും ഈ ഒരു ആദരവ് എൻ്റെ മനസ്സിൽ എന്നും എപ്പോഴും ഉണ്ടാവും. എപ്പോഴും വലിയൊരു ആദരവാനായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അതായത് ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ എൻ്റെ കുറ്റങ്ങളും കുറവുകളൊക്കെ കണ്ട് എന്നെ സ്നേഹിച്ച് വളർത്തിയ എൻ്റെ നാട്ടുകാരുടെ ഈ ആദരവിന് എന്നും എപ്പോഴും ഞാൻ കടപ്പെട്ടിട്ടുണ്ട്. അടുത്ത ഈ ചടങ്ങിന്റെ ഉപസംഹാരമാണ്. നന്ദി പ്രസംഗത്തിനായിട്ട് ഈ പരിപാടിയുടെ എല്ലാമായ ഈ ഒരു വ്യക്തിയില്ലെങ്കിൽ ഈ ഒരു പരിപാടി നടക്കില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിലാണ് ഞാൻ ക്ഷണിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ച് സ്വാതന്ത്ര്യം എടുത്ത് പറയണം. നമ്മുടെ മാരായണം തന്നെ പറയണം. നമ്മുടെ മാരായണത്തിന് ഭാരതത്തിന്റെ പരമോന്നത ബഹുമതി കിട്ടാനുള്ള ഒരു ചുവടുവെപ്പിന്റെ സ്പീഡ് ആയിക്കോട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു അനുമോദനം. അത് സാധ്യമാകുന്ന ഒരു കാലം വിദൂരമല്ല, എന്തായാലും വിദൂരമല്ല. ഇനി ഇത് വളരെ സ്നേഹം കൊണ്ടുള്ള ഒരു പുരസ്കാരം തന്നെയായിരുന്നു. എല്ലാവരും വളരെ അവരുടെ ശബ്ദത്തിലും അവരുടെ പ്രകടനത്തിലും അവരുടെ ഭാവത്തിലും അത് പ്രതിഫലിക്കുന്നതായിരുന്നു. പ്രത്യേകിച്ച് മാരാരുടെ മറുപടി പ്രസംഗം വളരെ വൈകാരികമായിരുന്നു. അത് ഏറ്റവും മാധുര്യമുള്ളതായിരുന്നു. മാരാർക്ക് ഒരുപാട് അനുമോദനങ്ങൾ നൽകുന്നു.